അങ്ങനത്തെ രാവിലത്തെ ചായ കുടിയുടെ പണിയും മോളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ ഉച്ചക്കത്തെ പണിയിലോട്ട് കടക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ചോറ്, അതായത് കഞ്ഞിക്ക് അരി ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് പരിപ്പ് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പപ്പങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചി തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് ഓർത്തു. ഇന്ന് മാർക്കറ്റിൽ നിന്ന് പല്ലിമീനാണ് കേട്ടോ കിട്ടിയേക്കണത്. അത് ഞാൻ വറുക്കാനും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ പപ്പങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ. പപ്പങ്ങ ഉണ്ടല്ലോ പഴുത്ത് കഴിഞ്ഞാലായിട്ട് വലിയ ടേസ്റ്റ് ഇല്ല കഴിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴണ ടൈപ്പം. പക്ഷേ ഇത് ചെനച്ച പപ്പങ്ങയുണ്ട്, അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മധുരവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു ചെനച്ച പപ്പങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. വലിയതായിട്ട് ചെനച്ചിരിക്കണില്ല. അപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 എണ്ണം പപ്പങ്ങ വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം അരപ്പ് അരച്ച് എടുക്കുമ്പോൾ ഇടാനായിട്ടാണ്. ഇനി വേഗം തന്നെ പപ്പങ്ങ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണേണ്. അപ്പോൾ ഇത് ഞാൻ പപ്പങ്ങയും പരിപ്പും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിക്കോളും അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അരപ്പൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിതേ കടുകും ഉള്ളിയും വേപ്പിലയൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മൂടി വെക്കുമ്പോഴേക്കും ഒരിത്തിരി കൂടി കട്ടിയായിക്കോളും കേട്ടോ. അപ്പം നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് വേഗം തന്നെ വറുത്തങ്ങാട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മീൻ വറുത്തപ്പോഴേക്കും ഒരിത്തിരി കുരുമുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ വറുത്തെടുക്കുമ്പോഴുണ്ടല്ലോ അധികം ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല. ഒരിച്ചിരി കട്ടിയായിട്ട് തന്നെ ഇരുന്നോളൂ. ഇത് പെട്ടെന്ന് പൊടിയണ മീനായത് കാരണം കേട്ടോ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് തല്ലേലും കുറച്ച് മീനൊക്കെ പൊരിക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ആ മീനിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ആ മീൻ വറുത്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഗ്യാസ് അടപ്പും ടയലും ആ ബാക്കിലെ ടയലൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ അടുക്കളപ്പണി കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളപ്പണി കഴിഞ്ഞ ഉടനെ ഞാൻ ആ റെഗുലേറ്റർ പൂട്ടി വെക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി വേഗം തന്നെ ഇപ്പം ഞാൻ റെഡി ആയിട്ട് ഇരിക്കണേണ്. ഇനി വേഗം തന്നെ മോളെ വിളിക്കാനായിട്ട് പോകണം. പിന്നെ വെനസ്ഡേ യൂണിഫോം ഒന്ന് തയ്ക്കാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.